ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫ്രോക്കിൽ ട്രാൻസ്പെറൻറ്റ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ലെങ്ത്ത് ഞാനൊരു 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം 8.5 ഇഞ്ച്, പിന്നെ 2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കേട്ടോ. അതിന് ശേഷം നമുക്ക് വേസ്റ്റ് അളവ് വരുന്നത് 30ആണ്. അപ്പോൾ 7.5 ഇഞ്ച് നാലിലൊരു ഭാഗം, 2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇത്ര അളവിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് കൊടുത്തിട്ട്, ബോട്ട് നെക്കാണ്. പിന്നെ 4 ഇഞ്ച് ഇറക്കം താഴേക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡറിൻ്റെ അളവ് പറയുന്നത് 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി പോയാൽ ചെറിയൊരു അളവായി മാറും. എന്നിട്ട് ഹാം ഹോളിൻ്റെ അളവ് 5.5 ഇഞ്ച്. അതിനുശേഷം 1.25 നമ്മളിത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അളവുകളാണ് നമ്മൾ ഇതിന് വേണ്ടത്. നമ്മൾ ചെയ്തിരിക്കുന്നത് നെറ്റിൽ ഇത്രയും അളവിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അളവ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങിലാണ്, കോട്ടൺ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 4 ഇഞ്ചാണ് ഹാം ഹോളിൻ്റെ അവിടെയും കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് നമ്മളതിനൊന്ന് വരച്ചെടുക്കുക കേട്ടോ. വളച്ചെടുത്തതിന് ശേഷം ബാക്കും ഫ്രണ്ടും ഒരേമാതിരിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം 2 തുണി ഒപ്പം വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ താഴെ വെക്കുന്ന തുണിയിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, അതിൻ്റെയും താഴെയുള്ള കോട്ടൺ ലൈനിങ്ങിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ കോട്ടൺ ലൈനിങ്ങും ആ ഒരു തുണിയും കൂടി വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കാനതാണ്ടോ നമ്മളത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കറക്റ്റ് ഹോളിൻ്റെയൊക്കെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ നമ്മൾ ആ അളവ് നോക്കിയിട്ട് നമ്മളൊന്ന് അതിനൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മളതിനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിനൊന്ന് ഒന്ന് ചെറിയ കട്ടാക്കിയിട്ട് ഒന്ന് നൂല് വെട്ടി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിതിവിടെ ക്യാൻവാസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ക്യാൻവാസ് വെച്ചിട്ട് നമ്മളൊരു 2 ഇഞ്ചിലുള്ള ക്യാൻവാസ് വെച്ചിട്ട് ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ്ങിൽ ഒന്നും കൂടി നല്ല ബലത്തിലുള്ള ഒരു ഇത് ചെയ്യാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനത് ചെയ്തിട്ടില്ല, നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ അരുവിൽ ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളതിനെ നൂർത്തി വെക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മളതിനെ അടിയത്തെ തുണി കാണാത്ത രീതിയിലൊന്ന് നൂർത്തി വെച്ചിട്ട് നമ്മളതിൻ്റെ വക്ക് ഒന്ന് തയ്ച്ചെടുക്കുക കണ്ടോ. എന്നാൽ നമുക്കതിന് 2 അടി കൊടുക്കാം കേട്ടോ. മുകളിൽ ഒരടിയും കൂടി, ആ 4 ഇഞ്ച് വ്യത്യാസത്തിൽ ഒരടിയും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുവശത്തും ഒന്ന് അടിച്ചെടുക്കുക. നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മറക്കണ്ട, നമ്മൾ ചാനൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മളതിനെ 4 പുറമൊന്ന് തയ്ച്ചിട്ടെടുത്തിട്ടുണ്ട് ണ്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ഫ്രോക്കിൻ്റെ അംബ്രല്ല കട്ടിങ്ങാണ് താഴത്തേക്ക്, അത് കാണിച്ചിട്ടില്ല കേട്ടോ. അത് നമ്മളിതിന് മുന്നിട്ട വീഡിയോകളൊക്കെ നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കയറി കാണുന്നതിൻ്റെ മുകളിലത്തെ മാത്രമാണ് നമ്മളിത് പ്രധാനമായി കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തുടക്കക്കാർക്കൊക്കെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ധൈര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ മാത്രം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരേമാതിരിയാണ്. അതുകൊണ്ട് ആ ഫ്രണ്ടും ബാക്കും ഇതേമാതിരി തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആ വട്ടത്തിലൊന്നുമല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ഒരേ അളവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 ഭാഗവും നമ്മൾ ഇതേമാതിരി നെറ്റൊക്കെ വെച്ച് ഫിനിഷിങ്ങിൽ അടിച്ചെടുക്കുക കേട്ടോ. സിമ്പിളാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലെങ്ത്ത് നമ്മൾ കറക്റ്റ് പോയിൻ്റ് ചെയ്യണമെന്ന് മാത്രമാണ് അതുള്ളത്. കയറി ഇറങ്ങാനോ അങ്ങനെയൊന്നും പാടില്ല. 6 ഇഞ്ചോ പിന്നെ 4 ഇഞ്ചോ ആ ഒരു പോയിൻ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ. അതിന് ശേഷം നമ്മളതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കുക കണ്ടോ. 2 വശവും ഒരേമാതിരി ആവുകൊണ്ടാണ് നമുക്കതിൻ്റെ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഷോൾഡർ എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ നെക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. 2 അടി കൊടുക്കുക കേട്ടോ. ഷോൾഡറൊക്കെ നെറ്റാവുകൊണ്ട് 2 അടി കൊടുക്കുക. ഒറ്റയടിയിൽ നിർത്തരുത്, 2 അടി കൊടുക്കുക. 2 അടിക്ക് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ സ്ലീവാണ് പിടിപ്പിച്ചിരിക്കുന്നത്. സ്ലീവ് നമ്മൾ ലൈനിങ് ഇല്ലാതെ വെറും നെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ തയ്യൽ തുമ്പ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി അടിക്കുക കേട്ടോ. പുറത്തേക്ക് വെക്കരുത്. നമ്മൾ ഇടുമ്പോൾ ആ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ല. അതുകൊണ്ട് ആ പുറത്തേക്ക് വരാത്ത രീതിയിലുള്ളത് ചെയ്തിരിക്കുക കേട്ടോ. കണ്ടോ. അങ്ങനെ മേലടി കൊടുത്താൽ മതി, ഒറ്റ അടി കൊടുത്താൽ മതി. 2 കൈയും അതുപോലെ ചെയ്യുക.
നമ്മളതിൻ്റെ കയ്യിൻ്റെ വക്കൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവട്ടെ പറഞ്ഞിട്ടാണ് ആ 2 കൈയും അതുപോലെ ചെയ്യുക. അതിന് ശേഷം നമുക്ക് നെക്കിലേക്ക് ക്രോസ് പീസ് എടുക്കാം കേട്ടോ. ഞാനൊരു 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് ഒരു 2-3 എടുത്തിട്ട് അതിനൊന്ന് യോജിപ്പിച്ചിട്ട് നെക്കിൽ പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്കൊക്കെ എളുപ്പം ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. നമുക്ക് നെക്കിന് ജോയിൻ ചെയ്യാം. നെക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ റൗണ്ട് വരുന്ന ഭാഗം ഒന്ന് പിടിച്ചടിച്ചു കൊടുക്കുക കേട്ടോ, അപ്പോൾ കറക്റ്റായിട്ട് വരും. കണ്ടോ, നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്കാണ് അടിക്കേണ്ടത്. നമ്മൾ മുകളിലേക്കാണ് അതൊരു പൈപ്പിംഗ് പോലെ മുകളിലേക്ക് അടിക്കില്ല, അതുപോലെ ചെയ്തിരിക്കുന്നത്. കാരണം നൂല് വട്ടി കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് അടിക്കുക. കണ്ടോ, മേലടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് മേലടി കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആകുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ കയ്യിൻ്റെ സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ നോക്കുക. കഫ് റൗണ്ട് എത്ര വണ്ണം വെച്ചാൽ അതിനനുസരിച്ച് വണ്ണം എടുക്കുക. ഹാം ഹോളിൻ്റെ അവിടെ എത്ര അളവ് വരുന്നിച്ചാൽ അതെടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ താഴെ വരേക്ക് വേസ്റ്റിൻ്റെ അവിടെ എത്ര പോയിൻ്റ് വെച്ചാൽ ആ പോയിൻ്റ് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളതിൻ്റെ വള്ളി വെച്ചിട്ട് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഡ്രസ്സ് അടിപൊളിയായി ഫ്രോക്ക് റെഡിയായി കണ്ട. അംബ്രല്ല കട്ടിങ്ങാണ് താഴത്ത് കൊടുത്തിരുന്നത്. 3 പീസ് കൊടുത്തിട്ടുണ്ട്, ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.